ഹലോ ടോക്സ് ഓൺ ബോർഡ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗിറ്റ്ഹബ് സീരീസിലെ സെക്കൻഡ് പാർട്ടാണ്, അതായത് ഗിറ്റ്ഹബ് ക്ലോൺ. ഗിറ്റ്ഹബ് ക്ലോണിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗിറ്റ്ഹബ് റിമോട്ട് റെപ്പോസിറ്ററിയിൽ ഉള്ളതും ഓൾറെഡി സ്റ്റുഡിയോയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ നമുക്ക് എങ്ങനെ സ്റ്റുഡിയോയിലേക്ക് ക്ലോൺ ചെയ്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് ഗിറ്റ്ഹബ് ക്ലോണും കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നോർമലി നമുക്ക് ഡിഫറെൻറ്റ് സിനാരിയോസിൽ ആവശ്യം വരും. മേ ബി ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് നമ്മുടെ ലാപ്ടോപ്പിൽ. ഇനി അതല്ല, ഓൾറെഡി പ്രൊഡക്ഷനുള്ള ഒരു കോഡ്, അതിനൊരു ഇഷ്യൂ വന്നു, അപ്പോൾ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഡ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഗിറ്റിലുള്ള കോഡിനെ നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റുഡിയോയിലേക്ക് ക്ലോൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സിനാരിയോസിൽ നമുക്ക് ഈ ഗിറ്റ് ക്ലോണിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗിറ്റ് ക്ലോൺ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെപ്പോസിറ്ററിയിലുള്ള ഫയൽസ് ആണ്. അതായത് ഇതിൻ്റെ ഡിഫോൾട്ട് ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡെവലപ്മെൻറ്റ് ബ്രാഞ്ചാണ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ബ്രാഞ്ചിൽ കിടക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിനെ, അതായത് നിങ്ങളുടെ UiPath ഫയൽസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഫയൽസ് ഒന്നും എൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഡെമോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഗിറ്റബ് റെപ്പോസിറ്ററിയിൽ ഡിഫോൾട്ട് ബ്രാഞ്ച് ഏതാണോ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ആയിരിക്കും നമ്മൾ ക്ലോൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ലോഡ് ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് ബ്രാഞ്ച് ഇൻ കേസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ വേണമെങ്കിൽ മെയിൻ വെക്കാം. അപ്പോൾ നിങ്ങൾ മെയിൻ ആണ് വെക്കുന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചിലുള്ള കോഡായിരിക്കും നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ക്ലോൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ കോഡ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, ഈ കോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് HTTPSൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു URLനെ കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ ക്ലോൺ ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് UiPath സ്റ്റുഡിയോയിലേക്ക് പോകാം. ക്ലോൺ ഓർ ചെക്കൗട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്ലോൺ ഓർ ചെക്കൗട്ട് എടുക്കുക. ഇവിടെ ഈ ക്ലോൺ റെപ്പോസിറ്ററിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ URL ഉണ്ടല്ലോ, അതിനിവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം യൂസ് ക്രെഡൻഷ്യലിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ വിത്ത് ഗിറ്റബ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടുന്ന് നമ്മൾ നോർമൽ സൈൻ ഇൻ പ്രൊസീജിയർ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ UiPath സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇനി ആ പ്രൊജക്റ്റ് ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർ പ്രൊജക്ട് ഫയൽ, അതായത് ഡെവലപ്മെൻറ്റ് ബ്രാഞ്ചിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ടോ ആ ഒരു പ്രൊജക്റ്റിന് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു പ്രൊജക്റ്റിൽ ആ ഒരു മെസ്സേജ് ബോക്സ് ഉണ്ടായിരുന്നുള്ളൂ, അതായത് ടെസ്റ്റ് ടു പ്രൊജക്ട് ഫോർ ഗിറ്റബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ബോക്സ് മാത്രമേ എൻ്റെ ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ റിമോട്ട് റെപ്പോസിറ്ററിയിൽ ഉണ്ടായിരുന്ന ഫയൽസ് എന്തൊക്കെയാണോ ആ ഫയൽസ് മൊത്തം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കോഡ് ട്രബിൾ ഷൂട്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഈ കോഡ് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തതിന് ശേഷം ഇതേ കോഡ് നമുക്ക് തിരിച്ച് ഗിറ്റിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഗിറ്റ് ക്ലോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെങ്ങനെ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് ടോക്സ് ഓൺ ബോർഡ്സ് മലയാളം. താങ്ക് യു.